നമസ്കാരം, വെൽക്കം ബാക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc AEC വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെം FIUGP സർപ്പങ്ങൾ പാർട്ട് 2 ആണിത്. സർപ്പങ്ങൾ VC ശ്രീജൻ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാട്ട് പാടാതിരിക്കാൻ കൈരളിക്ക് കഴിയുകയില്ല എന്ന ഭാഗം വരെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി സ്വപ്നദൃശ്യത്തിലെ മണിനാഗങ്ങൾ രണ്ടാം ഖണ്ഡത്തിൽ മുത്തശ്ശി കെട്ടഴിച്ച ഐതിഹ്യങ്ങളിൽ നിന്നും പുരാവൃത്തങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും രൂപമെടുക്കുകയായിരുന്നു. അതായത് ഈ കുട്ടി സ്വപ്നത്തിൽ കണ്ട ആ മണിനാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് രൂപപ്പെട്ടത്? മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥയിൽ നിന്നാണ്. അങ്ങനെയാണല്ലോ കുട്ടിയുടെ ബ്രെയിനിൽ ഇത് എത്തിയത്. അതാണല്ലോ സ്വപ്നമായിട്ട് വന്നത്. ഐതിഹ്യത്തിലെ നാഗങ്ങൾ സ്വപ്നത്തിലെത്തുമ്പോൾ വിശുദ്ധിയെ പ്രാപിക്കുന്നു. ഐതിഹ്യത്തിൽ ബ്രഹ്മക്ഷത്രിയ പാദജ വൈശവി ഭേദമി എന്ന മഹാനാഗങ്ങൾ, എല്ലാതരം നാഗങ്ങളും ഉണ്ട് എന്നല്ലേ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. അത് ഭാവനയിലെ നൃത്തരംഗത്തിൽ ഏതാണ്ട് സമന്മാരായി കാണും. അപ്പോൾ സ്വപ്നത്തിലെത്തുമ്പോഴത്തേക്ക് എന്താവുകയാണ്? വിശുദ്ധി പ്രാപിക്കുകയാണ്. ഈ ഐതിഹ്യത്തിൽ മുത്തശ്ശി പറഞ്ഞു കൊടുത്തത് പലതരം നാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ഭാവനയിലെ നൃത്തരംഗത്തിലേക്ക് സ്വപ്നത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താണ്? ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ഐതിഹ്യത്തിലെ സർപ്പങ്ങൾ കാലൻ്റെ കണ്ണുകളും പ്രതികാര മൂർത്തികളുമാണ് ഐതിഹ്യത്തിലത്. ഓക്കെ, പാലയുടെ ചില്ല ഒടിച്ചാൽ പോലും അവർ പാതകിക്ക് കുഷ്ഠരോഗം കൊടുക്കും. ആ കവിതയിലെ വരി ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഐതിഹ്യത്തിലുള്ള സർപ്പങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അതിന് കാലൻ്റെ കണ്ണുകളും പ്രതികാര മൂർത്തികളുമായിരുന്നു. അത് പാലയുടെ ചില്ലയൊന്ന് ഒടിച്ചാൽ പോലും അവർ പാതകിക്ക് കുഷ്ഠരോഗം കൊടുക്കുമായിരുന്നു. വായു ഭക്ഷണമാക്കി ശോഷിച്ച മെയ്യുമായി, ശോഷിച്ച ശരീരവുമായി നിധിക്ക് കാവലിരിക്കുന്നതും ഭൂമിയെ താങ്ങി നിർത്തുന്നതുമെല്ലാം സർപ്പങ്ങളാണ്. പക്ഷേ ഭാവനയിലെ നാഗങ്ങൾ ദുർമൂർത്തികളേ അല്ല. സ്വപ്നത്തിൽ കാണുന്ന അതൊക്കെ ഐതിഹ്യത്തിൽ മുത്തശ്ശി പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെയുള്ള സർപ്പങ്ങൾ. എന്നാൽ ഭാവനയിൽ കാണുന്ന നാഗങ്ങൾ എന്തല്ല? ദുർമൂർത്തികളേ അല്ല. കുളിർമുടി ചിന്നി വിറയ്ക്കും പെണ്ണിൻ സിരകളിലേറി കൂത്താടി നാഗങ്ങൾ ഇപ്പോൾ മധുരസ്മൃതിയോലുന്ന പാട്ടിന് നൃത്തം ചെയ്യുകയാണ്. മനസ്സിലായോ? അതായത് മുത്തശ്ശി കുട്ടിക്ക് സർപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സർപ്പം ഭയങ്കര ക്രൂരം, പ്രതികാരം ചെയ്യുന്ന, പാലയുടെ ചില്ല ഒടിച്ചാൽ പോലും കുഷ്ഠപ്പുണ്ണ് കൊടുക്കുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ കുട്ടി കാണുന്ന സ്വപ്നത്തിൽ അഥവാ ഭാവനയിലുള്ള സർപ്പങ്ങൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. സ്മൃതിയോലുന്ന പാട്ടിന് നൃത്തം ചെയ്യുകയാണ്. ഓക്കെ, മുത്തശ്ശി കഥയിൽ കാലൻ്റെ ദൃഷ്ടികളും ഈശന് മാലകളുമായ സർപ്പങ്ങൾ കാവ്യഭാവനയിൽ മാനവരൂപം സ്വീകരിക്കുന്നതാണ് പ്രകടമായൊരു മാറ്റം. മുത്തശ്ശി പറഞ്ഞ കഥയിൽ എന്താണ്? കാലിന് ദൃഷ്ടിയും ഈശന് മാലയൊക്കെ ആയിട്ടല്ലേ സർപ്പങ്ങൾ വരുന്നത്. എന്നാൽ ഭാവനയിൽ മാനവരൂപം, മനുഷ്യൻ്റെ രൂപം സ്വീകരിക്കുകയാണ് അത് ചെയ്യുന്നത്. മനുഷ്യൻ്റെ അബോധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാഗരൂപം സ്വീകരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അതേ അബോധത്തിലേക്ക് മനുഷ്യവേഷത്തിൽ തിരിച്ചെത്തുന്നു. മനസ്സിലായോ? അതായത് മനുഷ്യൻ്റെ അബോധത്തിൽ നിന്ന്, അൺകോൺഷ്യസ്നെസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ നാഗരൂപം, പാമ്പിൻ്റെ രൂപം സ്വീകരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അതേ അബോധത്തിലേക്കും മനുഷ്യ വേഷത്തിൽ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്, സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഭാവനയിലൂടെ. പിച്ചിപ്പൂ ചൂടിയും പൊൻകസവ് കോടിയുടുത്തും കോൽമിഴി എഴുതിയും വരുന്ന നാഗസ്ത്രീകൾ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിലത്രേ. മായികമായ നാഗനൃത്തം ജാഗ്രത്തിനും, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക്, സുഷുപ്തിക്കും ഉറക്കത്തിന്, അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കും ഉറക്കത്തിനും ഇടയിൽ അനുഭവപ്പെട്ട ഗന്ധസമ്മിശ്രത്തിൻ്റെ മാന്ത്രിക ബലമായി തീരുന്നു. എന്നാൽ ധനുവിൻ നിരവിൽ തണുവിൽ പുന്നാഗങ്ങളിൽ എഞ്ഞികൾ പാലകൾ ഒന്നായി പൂത്തു വിഷത്തിലരച്ചൊരു ചന്ദനഗന്ധമെടുക്കുമ്പോഴാണ് വെണ്ണിലാവ് പുതച്ച കാട്ടിൽ സർപ്പനൃത്തം. പൂക്കളുടെ ഗന്ധം വിഷത്തിൽ അലിഞ്ഞു ചന്ദനഗന്ധം പൊങ്ങുന്നതും ഭയസമ്മിശ്രമായ ആകർഷണത്തിൽ ഈ സ്വപ്നദൃശ്യം തെളിയുന്നതും പരസ്പരം പൂരിപ്പിക്കുന്നു. ഇലഞ്ഞിയും പാലയും വിഷവും കലർന്ന ചന്ദനഗന്ധം ആകർഷണ വികർഷണങ്ങളെ ഒന്നിപ്പിക്കുന്നു. സർപ്പനൃത്തത്തിൻ്റെ നിശാദൃശ്യത്തെ പകൽ വെളിച്ചം മായ്ച്ചു കളയുകയാണ്. സർപ്പനൃത്തത്തിൻ്റെ നിശാദൃശ്യത്തെ, രാത്രി ദൃശ്യത്തെ പകൽ വെളിച്ചം മായ്ച്ചു കളയാണ്. കാരണം എന്താണ്? പകലായപ്പോഴത്തേക്ക് ആ സർപ്പനൃത്തം പിന്നെ ഇല്ലല്ലോ, അത് സ്വപ്നത്തിലല്ലേ വന്നത്. അങ്ങനെ കണ്ടും കേട്ടുമുറങ്ങി സ്വപ്നം കണ്ടേൻ പിന്നെ പുലരിയിൽ അങ്ങു പുഴുക്കളെ റാഞ്ചിയെടുത്തൊരു വണ്ണാത്തിക്കിളി മാത്രം പാടി. അല്ലേ, ഈ സർപ്പനൃത്തമൊക്കെ സ്വപ്നത്തിലാണ് കാണുന്നത്. നേരം വെളുത്തപ്പോഴത്തേക്ക് എന്താ കാണുന്നത്? പുഴുക്കളെ റാഞ്ചിയെടുത്തൊരു വണ്ണാത്തിക്കിളിനെ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സർപ്പനൃത്തത്തിൻ്റെ നിശാദൃശ്യത്തെ, രാത്രി ദൃശ്യത്തെ, സ്വപ്നദൃശ്യത്തെ പകൽ വെളിച്ചം മായ്ച്ചു കളയുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെയാണ് കുട്ടിയുടെ ബ്രെയിനിൽ സർപ്പത്തിൻ്റെ രൂപം കയറുന്നതും അത് സ്വപ്നമായിട്ട് വരുന്നതും. എന്നാൽ സ്വപ്നത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് ചെറിയ ചേഞ്ച് ഉണ്ട്. പ്രതികാരമൂർത്തിയായിട്ട് കണ്ടത് പിന്നെ നൃത്തം ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്, മനുഷ്യരൂപവും ഐക്യമൊക്കെയാണ് കാണുന്നത്. എന്നാൽ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുമ്പം ഒരുപാട് ജാതിയിലുള്ള പാമ്പുകളുടെ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. എന്നാൽ പിന്നെ കുട്ടി സ്വപ്നം കാണുമ്പം എല്ലാം ഈക്വലായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ഇതിനെപ്പറ്റി വൈലോപ്പിള്ളി എഴുതുകയാണ്, ഏതാണ്ട് ഉദാസീനമായി തോന്നുന്ന ഈ പ്രസ്താവത്തിൽ പ്രഭാതത്തിൻ്റെ ലഘുചിത്രം എഴുതാൻ മാത്രമല്ല, പക്ഷേ അവിടെ സർപ്പദേവന്മാരല്ല ഏതാനും പുഴുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു വണ്ണാത്തിക്കിളിക്ക് കൊത്തി വിഴുങ്ങി ചൂളം വിളിക്കത്തക്കവണ്ണം നിസ്സാരങ്ങൾ എന്ന അർത്ഥം കൊള്ളിച്ച് മൂഢവിശ്വാസം കൊണ്ട് കാട് കയറിയ ഭാവനയെ വെട്ടിത്തിരുത്താനും കൂടിയാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് ആര് പറയുന്നുണ്ട്? വൈലോപ്പിള്ളി പറയുന്നുണ്ട്. അതായത് രാത്രി സ്വപ്നത്തിൽ ഇത്രയധികം സർപ്പങ്ങളെ കണ്ടിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പം വെറും എന്താണ്? പുഴുക്കളെ റാഞ്ചിയെടുക്കുന്ന
വണ്ണാത്തിക്കിളിയെ മാത്രം കാണുന്നെന്ന് എഴുതുമ്പോഴത്തേക്ക് വെറും പ്രഭാതത്തെ മാത്രം ദൃശ്യവൽക്കരിച്ചതല്ല അത്. ഇത്രയും വലിയ സ്വപ്നങ്ങൾ കണ്ട നാഗന്മാരെ കണ്ട ആ സ്ഥലത്ത് വെറും ഇങ്ങനെയുള്ള പുഴുക്കൾ മാത്രമേ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഉള്ളൂ. നാഗന്മാരൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ അബോധമണ്ഡലത്തിൽ മാത്രം ജീവിക്കുന്നതാണ്, റിയൽ ഇതൊന്നും ഇല്ല എന്ന് ആ വിശ്വാസങ്ങളെ തിരുത്താനാണ് ആര് ശ്രമിച്ചത്? വൈലോപ്പിള്ളി ശ്രമിച്ചത്. മുത്തശ്ശി കഥകൾ കേട്ടപ്പോൾ തൻ്റെ നാടും വീടും അതിരില്ലാത്തൊരു സർപ്പക്കാടാണെന്ന് തോന്നി അല്ലേ? കവിതയിൽ പറയുന്നില്ലേ, മുത്തശ്ശി കഥകൾ കേട്ടപ്പോൾ തൻ്റെ നാടും വീടും അതിരില്ലാത്തൊരു സർപ്പക്കാടാണെന്ന് തോന്നി. അതുപോലെയുള്ള വിശ്വാസങ്ങളിലാണ് ഇതെല്ലാം ചുഴന്നു നിൽക്കുന്നതെന്ന് തോന്നി. പക്ഷേ അത് കഥകളിലൂടെ കടന്നു പടർന്ന ഇരുട്ടിൽ നടന്നപ്പോഴായിരുന്നു. ഇരുട്ട് നീങ്ങി വെളിച്ചം വന്നപ്പോൾ യാഥാർത്ഥ്യബോധവും ഉണരുന്നു അല്ലേ? ഇരുട്ട് നീങ്ങി, അതായത് ആ ഇരുട്ടിലാണ് ഇതൊക്കെ കാണുന്നത്, പക്ഷേ വെളിച്ചം വന്നപ്പോഴത്തേക്ക് യാഥാർത്ഥ്യബോധവും ഉണരുന്നു. ഇരുട്ടും വെളിച്ചവും തമ്മിൽ അജ്ഞാനവും ജ്ഞാനവും തമ്മിലെ ബന്ധമാണ് അല്ലേ? അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള ബന്ധമാണ് ഇരുട്ടും വെളിച്ചവും തമ്മിൽ. ജാഗ്രത്തിനും സുഷുപ്തിക്കുമിടയിലെ, ഉണർവിനും ഉറക്കത്തിനുമിടയിലെ സ്വപ്നദൃശ്യത്തെ വെളിച്ചം ഒരു മാന്ത്രിക ചലനം കൊണ്ട് മായ്ച്ചു കളഞ്ഞു അല്ലേ? സ്വപ്നത്തിൽ കണ്ട ഈ ഡാൻസ് പിന്നെ വെളിച്ചം വന്നപ്പോഴത്തേക്ക് ഇല്ലല്ലോ. യെസ്, മായാബദ്ധനായ ആത്മാവിന് ആത്മജ്ഞാനം കൈവരുന്നത് പോലെ ഇരുട്ടിനെ അകറ്റി പ്രകാശം കടന്നു വരുന്നു. അതായത് മായ ആ ഒരു ഹലൂസിനേഷനിലാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. എന്നാൽ ആ മായാബദ്ധനായ ആത്മാവിന് ആത്മജ്ഞാനം കൈവരുന്നത് പോലെ ഇരുട്ടിനെ അകറ്റി പ്രകാശം കടന്നു വരും. പുലർവെളിച്ചത്തിൽ ഒരു വണ്ണാത്തിക്കിളി പുഴുവിനെ വെട്ടിവിടുന്നത് വരച്ച് കാട്ടിയിട്ട് കവി സർപ്പങ്ങളുടെ അഭാവത്തെ സ്ഥാപിക്കുന്നു അല്ലേ? അപ്പം സ്വപ്നത്തിൽ മാത്രമാണ് ഈ സർപ്പങ്ങളെ മൊത്തം കാണുന്നത്. പക്ഷേ പകൽ വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? വെറും ഈ വണ്ണാത്തിക്കിളി പുഴുവിനെ വെട്ടിവിടുന്നത് വരച്ച് കാട്ടിയതിലൂടെ കവി സർപ്പങ്ങളുടെ അഭാവത്തെയാണ് സ്ഥാപിക്കുന്നത്. സർപ്പങ്ങൾ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ ആളുകളുടെ ഉള്ളിൽ മാത്രമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ സർപ്പക്കാട്ടിൽ സർപ്പങ്ങളില്ലെന്ന് 3-ാം ഖണ്ഡത്തിലുണ്ട് കവിതയുടെ. പേടിയോടെയാണെങ്കിലും കുട്ടി ഒരു കല്ലെടുത്ത് പാമ്പുറയെ എറിഞ്ഞതുമാണ്. സർപ്പങ്ങളില്ലാന്നുണ്ട് ഓക്കെ അവിടെ, കാരണം അവിടെ ചെന്നിട്ട് ഒട്ടാകെ നോക്കിയിട്ടും സർപ്പങ്ങളെ കാണുന്നില്ലല്ലോ. പേടിയോടെ ആണെങ്കിലും കുട്ടി ഒരു കല്ലെടുത്ത് പാമ്പുറയെ എറിഞ്ഞതുമാണ്. യഥാർത്ഥ സർപ്പങ്ങൾ ആ കാട്ടിലില്ലെന്ന് കാട്ടിത്തരാൻ പകൽ വെളിച്ചത്തിനും കഴിയും അല്ലേ? പകൽ വെളിച്ചം നോക്കിയപ്പോൾ, പകൽ വെളിച്ചത്തിൽ പോയപ്പോഴേക്കല്ലേ അവിടെ പാമ്പില്ലാന്ന് ഇവർ മനസ്സിലാക്കുന്നത്. പക്ഷേ സർപ്പസങ്കല്പത്തിൻ്റെ കാര്യം അതല്ല. ഐതിഹ്യങ്ങളിൽ പിറന്ന് സർപ്പനൃത്തത്തിൻ്റെ സാങ്കല്പിക ദൃശ്യത്തിൽ വിഹരിക്കുന്നത് യഥാർത്ഥമായ സർപ്പങ്ങളല്ല, മറിച്ച് സർപ്പസൂചകങ്ങളാണ്. ഇരുട്ടിൽ താൻ ഭാവനയിൽ കണ്ട മണിനാഗങ്ങൾ അയഥാർത്ഥമാണെങ്കിലും, ഇരുട്ടിൽ സ്വപ്നത്തിൽ കണ്ട പാമ്പുകൾ റിയൽ അല്ലെങ്കിലും ആ നാഗങ്ങൾ പഴംപുരാണങ്ങളുടെ സംവാദ മണ്ഡലങ്ങളിൽ മലയാള ഭാഷയ്ക്കൊപ്പം ഇഴചേർന്ന് കിടക്കുന്നു. മനസ്സിലായോ? കവിതയുടെ 3-ാം ഖണ്ഡത്തിൽ ഏട്ടനെയും കൂട്ടിയിട്ട് സർപ്പക്കാടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് പകൽ വെളിച്ചത്തിൽ മനസ്സിലാക്കിയതാണ് അവിടെ പാമ്പുകളൊന്നും ഇല്ല എന്നുള്ളത്. എന്നാലും ഇരുട്ടിൽ ഭാവനയിൽ കണ്ട മണിനാഗങ്ങൾ റിയലല്ല എന്നറിയാമെങ്കിലും ആ നാഗങ്ങൾ പുരാണങ്ങളുടെ സംവാദ മണ്ഡലത്തിൽ മലയാള ഭാഷയ്ക്കൊപ്പം ഇഴചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കഥകളിലെല്ലാം ഈ സർപ്പങ്ങളുണ്ട്. അതാണ് വളർന്നു വരുന്നത്. പാമ്പുകളുടെ നൃത്തത്തിന് പാട്ട് പാടിയത് കൈരളിയായിരുന്നല്ലോ എന്നാണല്ലോ നമ്മൾ വായിച്ചത്. നൃത്തം ചെയ്ത മാനവരൂപമായ സർപ്പസൂചകങ്ങൾ സർപ്പക്കാടെന്ന സൂചകത്തിൻ്റെ സൂചിതമായി ഇരിക്കുന്നു. ഈ സൂചകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശബ്ദത്തിനെയാണ് സൂചകം, സിഗ്നിഫയർ എന്ന് പറയാം. അത് ലക്ഷ്യം വെക്കുന്ന സങ്കല്പനത്തിന്, ആ അർത്ഥത്തിനാണ് സൂചിതം, സിഗ്നിഫൈഡ് എന്നും പറയാം. ഓക്കെ, സർപ്പക്കാട് ഒരു സൂചകമായി സർപ്പസൂചകത്തെ വ്യഞ്ജിപ്പിക്കുന്നു എന്നർത്ഥം. അതിലിത് ഈ സർപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു എന്നർത്ഥം. വംശത്തിൻ്റെയും വ്യക്തിയുടെയും അബോധമായ ഈ സർപ്പസൂചകം പകൽ വെളിച്ചത്തിൽ മാഞ്ഞുവെന്ന് കവിതയിൽ പറയുന്നുവെങ്കിലും, അതായത് വംശത്തിൻ്റെയും വ്യക്തിയുടെയും അബോധമായ ഈ സർപ്പസൂചകം, ഉള്ളിലുള്ള ഈ സർപ്പസൂചകം പകൽ വെളിച്ചത്തിൽ മാഞ്ഞു. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്, ചിന്ത മാത്രമാണ് മാഞ്ഞുവെന്ന് കവിതയിൽ പറയുന്നുവെങ്കിലും അത് തീർത്തും മാഞ്ഞു പോയിട്ടില്ല. ഒരു മുദ്ര അവശേഷിപ്പിച്ചും കൊണ്ടായിരുന്നു അതിൻ്റെ തിരോഭാവം അഥവാ മറയൽ. അപ്പോൾ ഇതൊക്കെ വെറും കഥകളിൽ മാത്രമാണ്, നമ്മുടെ ചിന്തയിൽ മാത്രമാണെന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ടും അകന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു മുദ്ര അവശേഷിപ്പിച്ചും കൊണ്ടായിരുന്നു എന്ത്? അതിൻ്റെ മറയൽ. സർപ്പക്കാടിൻ്റെ കാവ്യാത്മക യുക്തിയിലാണ് സർപ്പം ഒരു സർപ്പസൂചകമായത്. കുട്ടിക്കാലത്ത് സർപ്പക്കാട്ടിൽ നാഗത്താന്മാരെ തിരഞ്ഞപ്പോൾ അവിടെ ഒഴിഞ്ഞ പാമ്പുറയല്ലാതെ മറ്റൊന്നും കണ്ടിരുന്നില്ല. വേരുകൾ പടർന്ന വിതരങ്ങളിലും, അതായത് ഇതിൻ്റെയൊക്കെ ഉള്ളിലും സർപ്പം ഉണ്ടായിരുന്നില്ല. വേരുകൾ പടർന്ന ഇതിൻ്റെയൊക്കെ ഉള്ളിലും എന്തുണ്ടായിരുന്നില്ല? സർപ്പം ഉണ്ടായിരുന്നില്ല. ധനുമാസ നിലാവിൻ്റെ വിഭ്രമത്തിൽ താൻ പുനഃസൃഷ്ടിക്കുകയായിരുന്നു അവയെ അല്ലേ? സ്വപ്നം കാണുകയായിരുന്നു. റിയലായിട്ട് പോയി നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. ഉറക്കം കഴിഞ്ഞ് വെട്ടം വീണപ്പോൾ നാഗത്താൻ്റെ സ്ഥാനത്ത് ഒരു പുഴു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇതിനെ കാണുന്നില്ല, ഉറക്കത്തിൽ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എവിടെയും കേട്ട കഥകളാണ്. അതുപോലും ആ വണ്ണാത്തിക്കിളിയുടെ വയറ്റിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഏത്? ആ ഒരു പുഴു പോലും. കഥയിലും ഭാവനയിലും അല്ലാതെ മറ്റൊരിടത്തും സർപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല. സർപ്പക്കാടിങ്ങനെ സർപ്പമില്ലാത്ത കാവായി മാറുന്നു. സർപ്പത്തിൻ്റെ പൂർണ്ണമായ അഭാവമാണ് സർപ്പക്കാടിനെ നിർമ്മിക്കുന്നതും. ഓക്കെ, അവിടെ എവിടെയും സർപ്പത്തിനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. സർപ്പത്തിൻ്റെ കേവലാഭാവം അതിനെ അസന്നിഹിതമായ എന്നുവെച്ചാൽ അടുത്തില്ലാത്ത ഒരു സാന്നിധ്യമാക്കുന്നു. ഓക്കെ,
കാണുന്നില്ല, പക്ഷെ അതിൻ്റെ കഥ കേട്ട് കേട്ട് കേട്ടുള്ള പോലെ തോന്നുന്നു. അസന്നിഹിതമായ സാന്നിധ്യം സൂചകത്തിൻ്റെ ലക്ഷണമാണ് അല്ലേ? യെസ്, ജസ്റ്റ് സിഗ്നിഫൈ ചെയ്യുന്നേ ഉള്ളൂ. പാമ്പുകളില്ലാത്ത കാവായതുകൊണ്ട് സർപ്പക്കാട് സർപ്പത്തിൻ്റെ അഭാവമായും സൂചകമായും മാറി. പാമ്പുകളില്ലാത്ത കാടാണ് കവിതയുടെ അന്ത്യഭാഗത്ത് ചുട്ടരിക്കപ്പെടുന്നത് അല്ലേ? പാമ്പിനെയല്ലല്ലോ കത്തിക്കുന്നത്, പാമ്പില്ലാത്ത കാടിനെയാണല്ലോ അവസാനം ചുട്ടരിക്കുന്നത്. താൻ ആവശ്യപ്പെടാതെ തന്നെ ഏൽപ്പിച്ച പൈതൃകമായിരുന്നു തൻ്റെ ചെറിയ പുരയിടത്തിൽ കറുത്ത് പരന്നു കിടന്ന സർപ്പക്കാട് അല്ലേ? താൻ ആവശ്യപ്പെടാതെ തന്നെ ഏൽപ്പിച്ച പാരമ്പര്യമാണ് അത് അല്ലേ? താൻ ആവശ്യപ്പെട്ട് വാങ്ങിയതല്ല സർപ്പക്കാട്, തൻ്റെ ചെറിയ പുരയിടത്തിൽ കറുത്ത് പരന്നു കിടന്ന സർപ്പക്കാട്. അതിൽ പാമ്പുകളില്ലെങ്കിലും പെരുവഴി വക്കിൽ പേടിപ്പാടുകൾ, പുരമുറ്റത്ത് വിപറ്റിൻ പുറ്റുകൾ. അതിൽ പാമ്പില്ലെങ്കിലും പെരുവഴി വക്കിലൊക്കെ പേടിപ്പാടുകൾ, പുരേൻ്റെ മുറ്റത്ത് എന്തുണ്ട്, വിപത്തിൻ്റെ പുറ്റുകളൊക്കെ കാണുന്നുണ്ട്. പേടിപ്പാടുകൾ എന്നാണ്, അതൊരു പാട്, ഒരു മുദ്ര, ഒരു സൂചകം തന്നെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചകമാണ്. ഒഴിഞ്ഞതാണെങ്കിലും പുറ്റുകൾ അനുസ്യൂതമായ വിപത്തിനെ, അറ്റമില്ലാത്ത വിപത്തിനെ വ്യഞ്ജിപ്പിക്കുന്നുണ്ട്, അർത്ഥമാക്കുന്നുണ്ട് അല്ലേ? അപ്പം ഒഴിഞ്ഞതാണെങ്കിലും പുറ്റുകൾ ഒരു വിപത്തിനെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഈ പേടി മാറ്റാൻ സർപ്പക്കാട് എരിച്ചു കളയണമെങ്കിലും യുക്തിബോധം അതിന് മറ്റൊരു ലക്ഷ്യം കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ പുറ്റിങ്ങനെ കാണുമ്പോഴും പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോഴൊക്കെ ഈ പേടിപ്പാട് സർപ്പക്കാടിനുള്ളത് കൊണ്ടാണ് അതിനെന്താക്കുന്നത്, എരിച്ച് കളയേണ്ടി വരുന്നത്, കത്തിച്ച് കളയേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ യുക്തിബോധം അതിന് വേറൊരു ലക്ഷ്യം കൂടി കണ്ടെത്തുന്നുണ്ട്. എന്താണ്? പരിസരമാർന്ന കവുങ്ങുകൾ തന്നുയിർ കെട്ടിഞ്ഞെരുക്കും വള്ളികൾ മണ്ണിൻ പശയിൽ പാലകൾ പോഷിക്കെപ്പൻ പൊന്നോലകൾ പൂത്തു മെലിഞ്ഞൊരു തെങ്ങുകൾ അരിയ വളപ്പിൻ അർബുദമായ സർപ്പവനത്തെ കൊണ്ടേൻ ഞാൻ. അതായത് ഇതിനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പേടി തോന്നുന്നത് കൊണ്ട് അതിനെ ഇടിക്കണം എന്ന് പറയുമ്പോഴും യുക്തിബോധം വേറൊരു കാരണം കണ്ടെത്തുക. അതായത് കവുങ്ങുകളുടെ മേലെയൊക്കെ ഈ വള്ളികൾ, സർപ്പക്കാടിൻ്റെ വള്ളികൾ പടർന്നു പോയി. അപ്പം കവുങ്ങുന്നാണെങ്കിൽ അടക്കം കിട്ടും, ഇവിടെ നിന്നാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. മണ്ണിൻ്റെ പിന്നെ എന്താ പറയുക, വളക്കൂറൊക്കെ കാവിലെ പാലകൾ വലിച്ചു നിന്നപ്പോഴത്തേക്ക് തെങ്ങുകളൊക്കെ മെലിഞ്ഞു പോയി. അപ്പം ഈ വളപ്പിന് ഒരു ക്യാൻസർ പോലെയാണ് ഈ സർപ്പക്കാവ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിളകളെല്ലാം ഇത് നശിപ്പിക്കുന്നു, ആവശ്യമില്ലാത്തതൊക്കെ വളരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക്, ഒരു യുക്തിബോധത്തിലേക്ക് കൊണ്ടുവന്നതാണത്. അതിനേക്കാൾ അപ്പുറത്തോട് അത് ഉണ്ടാക്കുന്ന ആ പേടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കത്തിച്ച് കളയുന്നത്. കാട്ടുമരങ്ങളും നാട്ടുകരങ്ങളും തമ്മിലെ ഈ യുദ്ധത്തിൽ കർഷകനായ ഞാൻ നാട്ടുമരങ്ങളെ സഹായിക്കും, തെങ്ങിനെയും കവുങ്ങിനെയും ഒക്കെ. മറ്റ് പാലയും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. കാട്ടുമരങ്ങൾ ആ വളപ്പിൻ്റെ അർബുദമാണ്, ക്യാൻസറാണ്. എന്താ ഈ ക്യാൻസർ? അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ അല്ലേ? സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്ന പരിപാടിയല്ലേ? അപ്പം കാട്ടുമരങ്ങൾ ആ വളപ്പിൻ്റെ അർബുദമാണ്, അൺകൺട്രോൾഡ് ആയിട്ട് വളരുക. അവ തെങ്ങുകളെയും കവുങ്ങുകളെയും കാർന്നു തിന്നുന്നു. സർപ്പക്കാട് തൻ്റെ വളപ്പിൽ പരന്നേക്കാവുന്ന വ്രണമാണെന്ന തിരിച്ചറിവിൽ കരളിൽ കഴുകൻ ചിറകുകുടയുന്നു. തൻ്റെ കരളിലെ നാഗശത്രുവാണ് ഈ കഴുകൻ. സർപ്പക്കാട്ടിൽ പാമ്പുകളില്ലെന്ന് ഉറപ്പായിട്ടും കഴുകൻ ചിറകടിച്ചുയരുകയാണ്. ഇല്ലാത്ത ശത്രുവിനെ ഹിംസിക്കാൻ തുടങ്ങുകയാണ്. ഇല്ലാത്ത ശത്രുവിനെ, അതായത് അവിടെ ചെന്ന് നോക്കിയിട്ട് പോലും പാമ്പിനെ കണ്ടിട്ടില്ല, പകലൊന്നും പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ശത്രുവിനെയാണ് ഹിംസിക്കാൻ തുടങ്ങുന്നത്. സർപ്പമില്ല എന്ന് പാടിയെങ്കിലും അതിനർത്ഥം സർപ്പമുണ്ട്, സർപ്പമുണ്ടാകാം എന്നാണെന്ന് കഴുകൻ്റെ ചിറകടി പറയും അല്ലേ? സർപ്പമില്ലാന്ന് പാടുമ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ കഴുകൻ്റെ ചിറകടി. അതിനേക്കാൾ അപ്പുറത്തോട്ട് ആ പാമ്പുറയൊക്കെ കാണുന്നുണ്ടല്ലോ. സർപ്പങ്ങൾ അസന്നിഹിതരും സന്നിഹിതരുമാണ്, എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്തവരും ഉള്ളവരുമാണ്. അന്ധതയിൽ കുടിവെച്ച് പെരുത്തൊരു ദേവതമാരെ എന്ന് ഇല്ലാത്ത ദേവതകളെ ആയിരുന്നു വിളിച്ചതും അല്ലേ? അന്ധതയിൽ, ബ്ലൈൻഡ്നെസ്സിൽ കുടിവെച്ച് പെരുത്തൊരു ദേവതമാരെന്ന് ഇല്ലാത്ത ദേവതകളെ ആയിരുന്നു വിളിച്ചതും. പക്ഷെ അവിടുത്തെ ഒരു രൂപവും പുറ്റും കാര്യങ്ങളിലാകുമ്പോൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്, രണ്ടിനുള്ള സാധ്യതയുണ്ട്. ഇരുട്ടിനെതിരെ ആയുധം വെളിച്ചം, ജ്ഞാനരൂപമായ വെളിച്ചം. മനസ്സിൽ കാടുപിടിച്ച അന്ധതയുടെ നേരെ ബോധക്കൺമിഴി വെൺമഴു വീശുന്നു. മാനവജീവിതത്തെ നോവിക്കുന്ന പടലത്തെ അഗ്നിക്കിരയാക്കാൻ പോവുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു കാവിനെ എന്താണ്, കത്തിക്കുകയാണ്. വെട്ടിയെരിച്ചേൻ ഞാൻ ആ കാടൊരു മഞ്ഞച്ചേര ഇഴഞ്ഞു മറഞ്ഞു അല്ലേ? ആ കാവ് ഞാൻ വെട്ടിയെരിച്ചപ്പം ഒരു മഞ്ഞച്ചേര അതിലൂടെ ഇഴഞ്ഞു മറഞ്ഞു. നിരുപദ്രവിയായ മഞ്ഞച്ചേര അല്ലേ? ആരെയും ഉപദ്രവിക്കാത്ത ചേര നാഗത്താന്മാരുടെ അഭാവത്തെ സ്ഥിരീകരിക്കുന്നു. അവിടെ നാഗത്താന്മാരില്ല എന്ന് ഉറപ്പിക്കുന്നു അല്ലേ? നേരത്തെ കണ്ട പുഴുവിനെ പോലെ ഇനി കാണാനിരിക്കുന്ന ഞാഞ്ഞൂലുകളെ പോലെ. കവിതയുടെ ലാസ്റ്റ് ഞാഞ്ഞൂല് വരുന്നുണ്ടല്ലോ, മണ്ണിര. ബോധം ഒരു വെൺമഴുവായി അന്ധവിശ്വാസങ്ങളെ വെട്ടിവീഴ്ത്തുന്നു. അങ്ങനെ ഈ എന്താ പറയുക, നാഗങ്ങളൊക്കെ വളർന്നത് കഥകളിലൂടെയും ബ്രെയിനിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെയാണ്, ആ ഒരു ചിന്തയിലൂടെയാണ്. അപ്പം നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം
ബോധം ഒരു വെൺമഴുവായി ഈ അന്ധവിശ്വാസങ്ങളെ വെട്ടി വീഴ്ത്തുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് ചെയ്തു, കത്തിച്ച് കളഞ്ഞു, വെട്ടി കത്തിച്ച് കളഞ്ഞു കാവിനെയൊക്കെ. ഇതിൻ്റെ തുടർച്ചയും സമാന്തരവുമായി പ്രകാശരൂപമായ അഗ്നി ഇരുൾ പടർന്ന സർപ്പക്കാടിനെ എരിച്ചു കളയുന്നു. അന്ധവിശ്വാസത്തിൽ നിന്നുള്ള മുക്തി ഒരു ക്ഷണത്തിൽ സംഭവിക്കുന്ന പ്രകാശ പ്രളയമാണ്. ആകസ്മികമായ ഒരു നിപുണ സ്പർശം, ഒരു വിദഗ്ധമായ സ്പർശം, ഒറ്റവെട്ടിന് എല്ലാം പരിഹൃതം. സുദീർഘമായ വിശകലനത്തിൻ്റെ വിജയകരമായ പരിസമാപ്തിയിൽ നടക്കേണ്ട കാര്യം അയത്ന ലളിതമായി ഒരു നിമിഷം കൊണ്ട് നടക്കുന്നു. അധ്യാത്മവിദ്യയിലെ ആത്മജ്ഞാനത്തിൽ എന്ന പോലെ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും രൂപകമാണ് യുക്തിയുടെ വിജയത്തെ വ്യഞ്ജിപ്പിക്കുക. പെരുവഴിവക്കിൽ പേടിപ്പാട് വീഴ്ത്തിയ സർപ്പക്കാട്, അല്ലേ, പെരുവഴിവക്കിലൊക്കെ പേടിയുടെ പാട് വീഴ്ത്തിയ സർപ്പക്കാട് കവിതയുടെ അവസാനത്തിൽ ഒരു കൂട്ടം പാഴ്മരങ്ങൾ മാത്രം, ഫലവൃക്ഷങ്ങളുടെ വളമൂറ്റിയെടുത്ത്, അല്ലേ, മനുഷ്യന് ഉപകാരം തരുന്ന തെങ്ങിൻ്റെയോ അതിൻ്റെയോ ഒക്കെ വളമൂറ്റിയെടുത്ത് തടിച്ചു കൊഴുക്കുന്ന പരാതങ്ങളാണ്. മറ്റുള്ളവൻ്റെ തിന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വളം തിന്ന് ജീവിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പരാതം എന്ന് ഉപയോഗിച്ചത്. കൃഷിയുടെ വാണിജ്യ ചിന്തയിൽ ഇവ വെട്ടി വീഴ്ത്തേണ്ടവ തന്നെ. വളപ്പിനെ നശിപ്പിക്കുന്നു എന്നതാണ് അവയുടെ പാപം. യുക്തിയുടെ പ്രകാശത്തെ തുടർന്ന് പാഴ്മരങ്ങൾ മുറിച്ചു വീഴുന്നു. യുക്തിയുടെ പ്രകാശത്തെ തുടർന്ന് പായ്മരങ്ങൾ മുറിച്ചു വീഴുന്നു. യുക്തി വന്നതുകൊണ്ട് ഈ പായ്മരങ്ങളെയൊക്കെ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് തെങ്ങും വാഴയും കവുങ്ങും ആഞ്ഞു വളരുന്നു. കാലം കഴിഞ്ഞു, ആ വൃക്ഷങ്ങൾ കായ്ച്ചു, തെങ്ങുകൾ നേദിക്കാത്ത ഫലങ്ങൾ ചുമന്നു നിന്നു, അല്ലേ, തേങ്ങ വന്നു. സർപ്പക്കാടിൻ്റെ സ്ഥാനത്ത് നട്ടുവളർത്തിയ മരങ്ങളുടെ കായ്കളൊന്നും അന്ധവിശ്വാസത്തിലെ ദേവതകൾക്ക് നിവേദിക്കാനുള്ളവയല്ല. ദേവതകളിൽ നിന്ന് വിടുതി നേടി അവ കമ്പോളത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്, അല്ലേ. അപ്പോൾ ഈ പഴയ പിന്നെ അതായത് സർപ്പക്കാട് വെട്ടിയെരിച്ചു, പിന്നെ അവിടെ തെങ്ങും കവുങ്ങൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടിയിട്ട് അത് കമ്പോളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് സർപ്പക്കാട് വെട്ടിയെരിച്ചതിലൂടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ മറന്നു എന്നുള്ളതാണ്. കമ്പോളത്തിൻ്റെ വിനിമയ മൂല്യങ്ങളാണ് ഇനിമേൽ അവയെ നിയന്ത്രിക്കുക. എന്നിരിക്കലും ഇല്ലാത്ത നാഗങ്ങളെക്കുറിച്ചുള്ള പേടി പരോക്ഷമായി കവിതയുടെ അവസാന വരികളിൽ വീണ്ടും വന്നെത്തുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവസാനം ഇത് വെട്ടിയെരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും അവസാനം തെങ്ങും കവുങ്ങൊക്കെ വളർന്നിട്ടും ഇല്ലാത്ത നാഗങ്ങളെക്കുറിച്ചുള്ള പേടി പരോക്ഷമായി, ഇൻഡയറക്റ്റായിട്ട് കവിതയുടെ അവസാന വരികളിൽ വീണ്ടും വരുന്നുണ്ട്. എങ്ങനെ? മോദിച്ചാർത്തിടുമെൻ ശിശുവെന്തോ ചോദിപ്പാനായി ഭാവിക്കുന്നു. സന്തോഷിക്കുന്ന ആ കുട്ടി, കളിക്കുന്ന ആ കുട്ടി എന്തോ ചോദിക്കാനായി ഭാവിക്കുന്നു. കഴിച്ചു നിൽക്കുന്ന തെങ്ങുകൾക്ക് കീഴെ പുതിയൊരു കുട്ടി ആഹ്ലാദിച്ച് തിമിർക്കുകയാണ്. പണ്ടത്തെ കുട്ടിയെപ്പോലെ പേടിച്ചു നടക്കാൻ അവൻ പേടിപ്പാടായി സർപ്പക്കാട് പരന്നിട്ടില്ല. പേടിച്ച് നടക്കാൻ അവിടെ പേടിപ്പാടായി സർപ്പക്കാട് പരന്നിട്ടില്ല. അവർ സർപ്പക്കാട് വെട്ടിയെരിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ സർപ്പക്കാട് പരന്നിട്ടില്ല പേടിക്കാൻ. ഇവൻ മോദിച്ച് തിമിർക്കുക തന്നെയാണ് പുതിയ കുട്ടി, കളിക്കുകയാണ്. അച്ഛനോട് എന്തോ ചോദിക്കാൻ അവൻ ഭാവിക്കുന്നു. ചോദിക്കാൻ ഭാവിക്കുന്നതേ ഉള്ളൂ, ചോദിച്ച് കഴിഞ്ഞിട്ട് പോലും ഇല്ല. കുട്ടിയുടെ മനസ്സിലെ ചോദ്യം ഇനിയും പുറത്ത് വന്നിട്ടില്ല. എങ്കിലും അച്ഛൻ മകൻ്റെ മനസ്സ് വായിക്കുന്നു. തൻ്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച ഉത്കണ്ഠകൾ അയാൾ തൻ്റെ മകൻ്റെ ചോദിക്കാത്ത ചോദ്യത്തിൽ വായിച്ചെടുക്കുന്നു. ഒരർത്ഥത്തിൽ അയാൾ തൻ്റെ വിസ്മൃത ഭയങ്ങൾക്ക് മകൻ്റെ മനസ്സിൽ ഒരിടം ഉണ്ടാക്കുകയാണ്. എന്താ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഈ വരികേക്ക് ഒട്ടും പേടിക്കേണ്ടൻ മകനെ, മണ്ണറ പൂകിയ ഞാഞ്ഞൂളുകൾ തൻ പുറ്റുകളാണിവയല്ലോ നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ. അതായത് പുതിയ കുട്ടി, ഈ പുതിയ കുട്ടി മകൻ, പിന്നെ അതായത് മകൻ എന്തോ ചോദിക്കാൻ ഭാവിക്കുന്നേ ഉള്ളൂ, അവൻ്റെ ഉള്ളിലുള്ള ചോദ്യം പോലും പുറത്തു വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഈ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഒട്ടും പേടിക്കേണ്ടൻ മോനെ, മണ്ണറ പൂകിയ ഞാഞ്ഞൂളുകൾ തൻ, മണ്ണിരകളുടെ പുറ്റുകളാണ്, കർഷകരുടെ മിത്രമായ മണ്ണിരകളുടെ പുറ്റുകളാണ് ഇവയെല്ലാം നമ്മുടെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ. ഈ കുട്ടിക്ക് നാഗത്തിനെക്കുറിച്ച് അറിഞ്ഞൂടാ, നാഗത്താന്മാരെക്കുറിച്ച് അറിഞ്ഞൂടാ. ആ കുട്ടിക്ക് കണ്ട് പേടിക്കാൻ അവിടെ കാവ് പോലുമില്ല. കാവ് പണ്ടേ ഈ അച്ഛൻ വെട്ടിയെരിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും ഈ കുട്ടിയോട് പേടിക്കേണ്ട മോനെ എന്ന് പറഞ്ഞിട്ട് ആ പേടിക്കൊരു സ്പേസ് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് കവിതയുടെ അവസാനത്തിൽ. അപ്പോൾ ആ കവിത കൊണ്ട് മുഴുവൻ ഈ പിന്നെ കവിതയിലൂടെ മുഴുവൻ ചെയ്ത സാധനങ്ങൾ പലതും അവിടെ എന്തായി പോവാണ്, പ്രകാശം നഷ്ടപ്പെട്ടു പോവല്ലേ. ഇങ്ങനെ ആളുകളുടെ ഉള്ളിലൂടെയാണ് ഈ ചിന്തകളും ഈ കഥകളും ഒക്കെ വളരുന്നത്. അതിനവസാനം വെട്ടിയെരിക്കുമ്പം അടുത്ത തലമുറയ്ക്ക് അത് കാണുന്നില്ല. അത് അങ്ങനെ ആ ഒരു പിന്നെ വിശ്വാസവും കാര്യങ്ങളിലും പോകുന്നുള്ളതൊക്കെയാണ് കവി പറയുന്നത്. പക്ഷേ അവസാനം എത്തിയിട്ട് ആ കുട്ടിയുടെ മനസ്സിലേക്കും ഒരു പേടിയുടെ സ്പേസ് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പേടിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഒട്ടും പേടിക്കേണ്ട എന്ന് ഊന്നിപ്പറയുമ്പോൾ പേടിയുടെ ഗുപ്തബലം കൂടും. എന്ന് വെച്ചാൽ പേടിക്കാനുള്ളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ്, പേടിക്കാൻ എന്തോ അവിടെ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഗ്രഹണ സമയത്ത് തലപൊക്കിക്കൊണ്ട് തങ്ങളുടെ സർപ്പബന്ധം, കുടുംബബന്ധം ഉറപ്പിക്കുന്ന ഞാഞ്ഞൂലുകൾ അപ്രത്യക്ഷമായ നാഗത്താന്മാർ പോകുമ്പോൾ അവശേഷിപ്പിച്ച സ്മൃതിമുദ്രയാണ്. അവയുടേത് വിപത്തിൻ പുറ്റുകളല്ല, അല്ലേ. ഞാഞ്ഞൂളിൻ്റെ പുറ്റുകൾ വിപത്തിൻ്റെ പുറ്റുകളല്ല. ഇവിടെ കവി അടിയിൽ കുറിക്കുന്നു, ഞാഞ്ഞൂളുകൾ കാഷ്ടിപ്പതിൻ്റെ കൊച്ചു കൊച്ചു കൂമ്പാരങ്ങൾ. കർഷക ബന്ധുക്കളായ ഈ ഞാഞ്ഞൂളുകളാണ് ഇക്കാലത്ത് നമ്മുടെ ആദരത്തെ അർഹിക്കുന്ന സർപ്പങ്ങൾ. എന്നുവെച്ചാൽ അവർ ഞാഞ്ഞൂളുകൾ, മണ്ണിരകൾ കൃഷിയെ സഹായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് ആദരിക്കേണ്ടതെന്നുള്ളതാണ്. ഞാഞ്ഞൂലുകൾ മണ്ണിനെ ഫലപുഷ്ടമാക്കുന്നു എന്ന
ശാസ്ത്ര സത്യം ഇങ്ങനെ അനുസ്മരിപ്പിക്കപ്പെടുന്നു. എന്നാലും ഞാഞ്ഞൂലുകളെ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന് തന്നെയാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പഴയ ചിന്തകളിൽ നിന്നെല്ലാം മാറിയിട്ട് പുതിയ ചിന്തയിലേക്കും ശാസ്ത്രബോധത്തിലേക്കും വരണമെന്ന് കവി ആണയിട്ട് പറയുമ്പോഴും പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്നാണ് ഞാഞ്ഞൂലുകളെ വിളിക്കുന്നത്. അപ്പോൾ പഴയ കഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, ആ നാഗകഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഈ രൂപകം ഞാഞ്ഞൂലിനെ കുറിച്ച് നാഗത്താൻ്റെ ഭാഷയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. യെസ്, നാഗത്താൻ എന്ന അവർണ്യത്തിൻ്റെ, വർണ്ണിക്കപ്പെടാത്തതിൻ്റെ പ്രഭാവത്തിൽ ഞാഞ്ഞൂൽ നാഗത്തെ പോലെ കാണപ്പെട്ടേക്കാം. അപ്പം ആ ഒഴിവാക്കിയ കാലങ്ങൾ, ആ വെട്ടിയെരിച്ച് കളഞ്ഞ ആ ഓർമ്മയെ പിന്നെയും കവിതയുടെ അവസാനത്തിൽ തിരിച്ചു കൊണ്ടുവരിക ചെയ്തത്. ബോധപൂർവമോ അല്ലാതെയോ, മിക്കവാറും അബോധപൂർവമായിട്ടായിരിക്കും കവിക്കത് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് സർപ്പത്താന്മാർക്ക് നിലനിൽപ്പില്ലെങ്കിലും പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന രൂപകത്തിലെ അവർണ്യത്തിലൂടെ പോയ പാമ്പ് തിരിച്ചു വരികയാണ്. ശരിയല്ലേ? ഇവരിങ്ങനെ വെട്ടിയരിച്ച് തെങ്ങും കവുങ്ങൊക്കെ വെച്ചിട്ട് പറഞ്ഞയച്ച ഈ ഒരു നാഗങ്ങൾ തിരിച്ചു വരികയല്ലേ പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന് മണ്ണിരയെ വിശേഷിപ്പിക്കുമ്പോഴത്തേക്ക്. ഒട്ടും പേടിക്കേണ്ട എന്ന ഉറപ്പിൻ്റെ വിപരീതാർത്ഥത്തിലൂടെ കത്തിയെരിഞ്ഞു പോയ പേടിയും മടങ്ങിയെത്തുകയാണ്. പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ പുതിയ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. ആ അറിവില്ലായ്മയിലേക്ക് പിന്നെയും പേടിയുടെ സ്പേസ് കൊടുക്കുകയാണ് ചെയ്തത്. പേടി ശരിക്കും കത്തി അമർന്നു പോയിരുന്നോ? ഇല്ല. കത്തുന്നതിന് മുമ്പ് ഭയാത്ഭുത ഭക്ത്യാഹ്ലാദങ്ങൾ ഉണർത്തിയ സർപ്പക്കാട് പിന്നെ പേടിപ്പാടുകളായും വിപത്തിൻ്റെ പുറ്റുകളായും മാറി. കാട് എന്ന ഭൗതിക വസ്തുവും അതിൽ പ്രക്ഷേപിക്കപ്പെട്ട ഭയാഹ്ലാദങ്ങളും കൂടിച്ചേരണം ഒരു സർപ്പക്കാടാകാൻ. അല്ലേ? ഒരു സർപ്പക്കാട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കാട് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ഭൗതിക വസ്തു വേണം. അതിൻ്റെ അപ്പുറത്തോട്ട് അതിൽ ഉള്ള ഭയാഹ്ലാദങ്ങളും ഒക്കെ ചേർന്നാലേ സർപ്പക്കാടാവൂ. ഭയത്തെ നശിപ്പിക്കാൻ അതിൻ്റെ സൂചകമായ കാടിനെ, അല്ലേ, ഭയത്തിൻ്റെ സൂചകമാണല്ലോ അവിടെ കാടിനെ മാത്രം നശിപ്പിച്ചാൽ പോരാ. പക്ഷേ കവിതയിൽ കാട് മാത്രമേ കത്തി അമരുന്നുള്ളൂ. തെങ്ങിനും കവുങ്ങിനും ശല്യമെന്ന് വന്നപ്പോൾ സർപ്പക്കാട് വെറും മരപ്പടർപ്പായി. അല്ലേ? ആ സർപ്പക്കാടിൻ്റെ ആ കഥകളെല്ലാം മറന്നിട്ട് എന്തായി? വെറും മരപ്പടർപ്പായി. ഈ പടർപ്പ് കത്തി അമർന്നാൽ പേടി മാറില്ല. കവിതയുടെ അന്ത്യത്തിൽ ഒട്ടും പേടിക്കാതെ ആഹ്ലാദിച്ച് തിമിർക്കുന്ന കൊച്ചുമകനോട് പേടിയെക്കുറിച്ച് സംസാരിക്കുകയും പേടിയെ വിളിച്ചു വരുത്തുകയും ചെയ്തതിൻ്റെ കാവ്യാത്മക യുക്തി സൂചകമായ സർപ്പക്കാട് കത്താതിരിക്കുകയും അതിൻ്റെ താങ്ങ് മാത്രമായ മരക്കൂട്ടം കത്തുകയും ചെയ്തു എന്നതാണ്. മനസ്സിലായോ? അതായത് ഈ സർപ്പക്കാട് കത്തിയരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അവസാനം വീണ്ടും പേടിയെക്കുറിച്ച് പറയുമ്പോൾ സർപ്പക്കാട് അവിടെ കത്തിയിട്ടില്ല. അതിൻ്റെ സർപ്പക്കാടിൻ്റെ താങ്ങായിട്ടുള്ള ആ മരങ്ങളെ കത്തിയിട്ടുള്ളൂ. സർപ്പക്കാട് എന്ന് പറയുന്നത് വെറും ആ മരം മാത്രമല്ലല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭയവും കഥകളും കാര്യങ്ങളും നാഗത്താന്മാരും ഒക്കെ അല്ലേ. അപ്പോൾ അവസാനം വീണ്ടും ഈ ഭയത്തെക്കുറിച്ചും നാഗത്താന്മാരെക്കുറിച്ചും കവിതയിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മുമ്പ് കത്തിച്ചപ്പോൾ ആ സർപ്പക്കാട് കത്തിയിട്ടില്ല, ആ മരങ്ങളെ കത്തിയിട്ടുള്ളൂ. ആ സർപ്പക്കാട് എന്ന് പറയുന്ന ആ ചിന്തകളും ആ കഥകളും സാധനങ്ങളൊക്കെ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അവസാനം വന്ന ഈ വരികളിൽ നിന്ന്. അപ്പോൾ അതാണ് ആ കവിത കൊണ്ട് പിന്നെ എന്ത് ചെയ്യാനായി, നേടാനായി, എന്ത് മാറ്റം വരുത്താനായി എന്ന് പറയുന്ന ചോദ്യമൊക്കെ ചോദിക്കേണ്ടി വരും. വളരെ സദിഗ്ധമായ എന്ന് വെച്ചാൽ സംശയിക്കത്തക്ക രീതിയിലാണ് പഴമയുടെ കഥനത്തിന് പകരം പുതുമയുടെ കഥനം സ്ഥാപിതമായത്. കവിതാപാഠത്തിലെ പഴങ്കഥയെ നാഗത്താൻ എന്ന മഹാബിംബം യോജിപ്പിച്ച് നിർത്തുമ്പോൾ നവയുഗ കഥയെ യോജിപ്പിച്ചു നിർത്താൻ ഞാഞ്ഞൂൽ എന്ന ലഘുബിംബമേ ഉള്ളൂ. കവി നൽകിയ ശാസ്ത്രീയ വിവരണത്തിൻ്റെ ഔദാര്യത്തിൽ ഞാഞ്ഞൂലിനൊരല്പം പ്രാധാന്യം കിട്ടുന്നുണ്ടെങ്കിലും ഭാഷയിൽ ഞാഞ്ഞൂൽ എന്ന വാക്ക് കൂടെ കൊണ്ടുവരുന്ന അധമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായ അവസ്ഥ മായ്ച്ചാൽ പോവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കഥകൾ പറയാനും ആ ആചാരങ്ങളെക്കുറിച്ചൊക്കെ പറയാനും അല്ലെങ്കിൽ ആ ഒരു കഥകളെക്കുറിച്ച് പറയാനും നാഗത്താൻ എന്ന് പറയുന്ന മഹാബിംബം വലിയ ഇമേജാണ് ഉള്ളത്. എന്നാൽ ഈ പുതുമയെ കാണിക്കാൻ ഞാഞ്ഞൂൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഇമേജാണ് ഉള്ളതെന്ന് പറയാണ്. നാഗത്താൻ എന്ന ബിംബം സ്വരൂപിക്കുന്ന സംവാദ മണ്ഡലവും ഞാഞ്ഞൂൽ എന്ന ബിംബം സ്വരൂപിക്കുന്ന സംവാദ മണ്ഡലവും ചേർന്ന് നിൽക്കുമ്പോൾ കവി ഉദ്ദേശിക്കാത്ത താരതമ്യങ്ങളും മൂല്യനിർണ്ണയങ്ങളും യാന്ത്രികമായി നടക്കുന്നു. അതായത് ഈ നവോന്മേഷത്തിനെ കാണിക്കാൻ വെറും ഞാഞ്ഞൂല് മാത്രമേ ഉള്ളൂ ബിംബായിട്ട്, പക്ഷേ ആ പഴയ കഥകളെ കാണിക്കാൻ നാഗത്താനുണ്ട്. അപ്പോൾ അവിടെയും ശക്തി അതിന് വന്നു എന്നുള്ള രീതിയിലൊക്കെ പഠനങ്ങൾ പോവാമെന്ന് പറയുകയാണ്. കുടുമ വളർത്തിയ പണ്ടത്തെ കാരണവന്മാർ തങ്ങളുടെ ഭസ്മം കൂടി തൊടിയിൽ തെങ്ങിനു വളമായിട്ടവരാണ്. കുടുമ വെട്ടിയ ഇന്നത്തെ പിതാവ് പാലകൾക്ക് മാത്രമായി മാറ്റിവെച്ച മണ്ണിൻ പശ തെങ്ങുകൾക്ക് വിതരണം ചെയ്യുന്നു. സർപ്പക്കാടെരിഞ്ഞ് വളമായ മണ്ണിൽ തെങ്ങുകൾ വെച്ചു പിടിപ്പിക്കുന്നു. ഒരുപക്ഷെ രാസവളങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പണ്ടത്തെ നാഗങ്ങൾ മലയാള നാട്ടിന് മംഗല്യങ്ങളായിരുന്നെങ്കിൽ, അല്ലേ, മംഗല്യത്തിന് അതൊക്കെ നിങ്ങൾക്ക് കവിത വായിച്ചാൽ നിങ്ങൾക്കറിയാം, മംഗല്യമായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാഞ്ഞൂലുകൾ കാഷ്ടം കൊണ്ട് മണ്ണിൽ വളം ചേർക്കുന്നു. പണ്ടത്തെ കുട്ടിക്കഥകളിലൂടെ നടന്ന് ഭയാഹ്ലാദങ്ങളോടെ സർപ്പക്കാടിനെ നോക്കിയെങ്കിൽ പണ്ടത്തെ കുട്ടി കഥകളിലൂടെ നടന്ന് ഭയാഹ്ലാദങ്ങളോടെ സർപ്പക്കാടിനെ നോക്കിയെങ്കിൽ ഇന്നത്തെ കുട്ടി മോദിച്ചാർക്കുന്നു. അല്ലേ? പണ്ടത്തെ കുട്ടി കവിതയിൽ എന്താ ചെയ്യുന്നത്? സർപ്പക്കാടിനെ ഇങ്ങനെ പേടിച്ചും ആഹ്ലാദ ഭക്തി പുരസരമൊക്കെ കാണുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടി അവിടെ കളിച്ച് ആർമാദിക്കുകയാണ് അല്ലെങ്കിൽ മോദിക്കുകയാണ് ചെയ്യുന്നത്, മോദിച്ചാർക്കാണ് ചെയ്യുന്നത്.
ഈ കുട്ടിയുടെ മോദം, സന്തോഷം, ആനന്ദം കുട്ടികളുടെ കാരണം ആവശ്യമില്ലാത്ത ആഹ്ലാദത്തിമിർപ്പാണ്. പണ്ടത്തെ കുട്ടിയുടെ ഭയാത്ഭുത ഭക്ത്യാഹ്ലാദങ്ങൾക്ക് പ്രാചീന വിശ്വാസം എന്ന അടിത്തറയുണ്ടെങ്കിൽ, അല്ലേ, പഴയ കഥകൾ എന്നുള്ള അടിസ്ഥാനമുണ്ടെങ്കിൽ, ഇന്നത്തെ കുട്ടിയുടെ മോദം അഹേതുകവും നിരാലംബവുമാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്തതാണ്. അത് അടിസ്ഥാനമില്ലാത്ത വായുവിൽ തങ്ങി നിൽക്കുന്നു. ഇന്നത്തെ പിതാവ് സർപ്പക്കാട് എരിച്ച് ഭയമുക്തനായെങ്കിലും ഭയം പരോക്ഷമായി സ്വന്തം സാന്നിധ്യം അറിയിക്കുന്നു, അല്ലേ. സർപ്പക്കാട് എരിച്ച് ഭയം കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഭയത്തിൻ്റെ. പഴയ സർപ്പക്കാട് വെട്ടിത്തെളിച്ച് തെങ്ങും കവുങ്ങും നട്ടാൽ അവ വളരുകയും കായ്ക്കുകയും ചെയ്യും. ഇതേ പ്രവൃത്തി സംസ്കാരത്തിലാണ് നടക്കുന്നതെങ്കിൽ ശുദ്ധ ശൂന്യതയിൽ നിന്നൊരു പുതിയ സ്വത്വം ഊർജ്ജസ്വലമായി ആവിർഭവിക്കുകയില്ല. അവിടെ സ്വത്വത്തിൻ്റെ സ്ഥാനത്തൊരു ശൂന്യതയാവും കാണുക. പുരോഗമന സ്വഭാവമുള്ള ശാസ്ത്രത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും വസ്തുനിഷ്ഠ ജ്ഞാനത്തിൻ്റെയും നിരുപദ്രവമായ മുഖംമൂടി അണിഞ്ഞ് സർപ്പക്കാടിരിക്കാൻ വന്ന വിപ്ലവബോധം അതിൻ്റെ ഏതൊക്കെ അടരുകളിൽ അധിനിവേശ ശിക്ഷണത്തിൻ്റെ ആജ്ഞാനുവർത്തിയായിരുന്നു എന്ന ചരിത്രപരമായ പ്രശ്നം ഉയർന്നു വരുന്നത് ഇവിടെയാണ്. പഴമയുടെ നാശം സരളമനസ്കരായ എന്നുവെച്ചാൽ നിഷ്കളങ്കരായ പുരോഗാമികൾക്കോ ഋജുബുദ്ധികളായ നേരെ ചിന്തിക്കുന്ന യാഥാസ്ഥിതികർക്കോ പ്രാപ്യമല്ലാത്ത സങ്കീർണമായ ഒരു തലത്തിൽ വിശകലനം ചെയ്യണമെന്ന് വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് സ്പഷ്ടമാക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഈ ഒരു ലേഖനം അവസാനിക്കുകയാണ്. അപ്പം വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് പറയുന്ന കവിത നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് സെമ്മിൽ പഠിച്ചാണ്, ഒന്നുകൂടി ഓർമ്മിക്കട്ടോ. അപ്പം ഇതിൻ്റെ നോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് വ്യക്തമാവുമെന്ന് തോന്നുന്നു. നോട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. നോട്ട്സൊക്കെ എല്ലാ ചാപ്റ്ററിൻ്റെയും തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്